വർഷത്തിലെ അവസാന മാസത്തിലെത്തിയിരിക്കുന്നു. ഡിസംബർ മാസം ഏതൊക്കെ രാശികൾക്കാണ് അനുകൂലമാകുന്നത്? കഷ്ടകാലം നീങ്ങി ഭാഗ്യം കുടിക്കുന്നവർ ആരെല്ലാം? മാസഫലം വിശദമായി വായിക്കാം. ഈ മാസം ചില രാശിക്കാർക്ക് സമ്മിശ്രഫലങ്ങളും ചില രാശിക്കാർക്ക് നല്ല ഫലങ്ങളും പറയുന്നു. വളരെ നാളായി കഷ്ടകാലം അനുഭവിച്ചിരുന്നവർക്ക് ആശ്വാസമാകും ഡിസംബർ മാസം. പ്രതികൂല സാഹചര്യങ്ങൾ മാറി ചിലർക്ക് രാജയോഗത്തിന് സാധ്യതയുണ്ട്. ചിലരെ ഭാഗ്യം തുണയ്ക്കുന്ന സമയം കൂടിയാണ്. വ്യാപാരത്തിൽ ലാഭം, തൊഴിൽ നേട്ടം, ധനനേട്ടം എന്നിവയൊക്കെ ഇക്കൂട്ടർക്ക് ഫലമായി വരും. എന്നാൽ ചിലർക്ക് പ്രതികൂലമോ സമ്മിശ്രമോ ആയ ഫലങ്ങളായിരിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന, അതുപോലെ തന്നെ രോഗമോചനം നേടാൻ സാധിക്കുന്ന രാശിക്കാരുമുണ്ട്. വിദ്യാർത്ഥികളായ ചില രാശിക്കാർക്ക് മത്സരപരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും. കുടുംബത്തിൽ നിന്നും ഓഫീസിൽ നിന്നും പിന്തുണ ലഭിക്കുന്ന രാശിക്കാരുമുണ്ട്. ഡിസംബർ മാസത്തെ രാശിഫലം നിങ്ങൾക്ക് എങ്ങനെ എന്നറിയാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക. മേടം രാശിക്കാർക്ക് ഡിസംബർ മാസം വളരെ ശുഭകരമാണ്. മാസത്തിന്റെ ആരംഭം മുതൽ നിങ്ങളുടെ ജോലിയിൽ ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ബഹുമാനവും പ്രശസ്തിയും വർദ്ധിക്കും. സാമ്പത്തിക നേട്ടത്തിന് അവസരമുണ്ടാകും. ഈ സമയത്ത് നിങ്ങളുടെ ബുദ്ധി, വിവേകം, സംസാരം എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ ജോലികളും പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. ജോലിയിലും ബിസിനസ്സിലും പുരോഗതി കൈവരിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാകും. തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കും. ഈ കാലയളവിൽ തീർത്ഥാടനത്തിന് അവസരമുണ്ടാകും. വിദേശത്ത് തൊഴിലിനും ബിസിനസ്സിനും ശ്രമിക്കുന്നവർക്ക് അവരുടെ വഴിയിൽ വന്നിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങും. ഏത് കുടുംബ പ്രശ്നവും പരിഹരിക്കുന്നതിന് നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് പ്രത്യേക പിന്തുണ ലഭിക്കും. കടത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം നേടുന്നതിൽ വിജയിക്കും. സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കും. ക്രയവിക്രയത്തിൽ ലാഭം ഉണ്ടാകും. ബിസിനസ് വിപുലീകരണത്തിനുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാകും. കുട്ടികളുടെ ഭാഗത്തു നിന്ന് നല്ല വാർത്തകൾ ലഭിക്കും. ആരോഗ്യം സാധാരണ നിലയിലായിരിക്കും. ഇടവം, കാർത്തിക, രോഹിണി, മകയിരം. വർഷത്തിലെ അവസാന മാസം ഇടവം രാശിക്കാർക്ക് സമ്മിശ്രമാസമായിരിക്കും. ഈ മാസം നിങ്ങളുടെ പണം, ആരോഗ്യം, സമയം എന്നിവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടിവരും. ജീവിതത്തിലെ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ വിഷാദാവസ്ഥയിൽ തുടരും. നിങ്ങൾ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ ഏതെങ്കിലും സ്കീമിലോ ബിസിനസ്സിലോ പണം നിക്ഷേപിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളിൽ നിന്ന് ഉപദേശം തേടേണ്ടതാണ്. തൊഴിലെടുക്കുന്നവരും തങ്ങളുടെ ജോലി മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുന്നതിന് പകരം അവരുടെ ജോലിസ്ഥലത്ത് മികച്ച രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണം. വാഹനം വളരെ ശ്രദ്ധയോടെ ഓടിക്കുക, അല്ലാത്തപക്ഷം അപകടത്തിന് സാധ്യതയുണ്ട്. എന്നിരുന്നാലും പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഈ സമയം ശുഭകരമായിരിക്കും. ഈ കാലയളവിൽ അവർക്ക് ചില വലിയ വിജയങ്ങൾ ലഭിച്ചേക്കാം. ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കാൻ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നതാണ് നല്ലത്. മിഥുനം, മകയിരം, തിരുവാതിര, പുണർതം. മിഥുന രാശിക്കാർക്ക് വീട്ടിലും പുറത്തുമുള്ള എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ലഭിക്കും. സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട്. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് മാറണമെന്ന നിങ്ങളുടെ ദീർഘകാല ആഗ്രഹം സഫലമാകും. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായിരിക്കും. ഡിസംബർ രണ്ടാം വാരത്തിൽ കുടുംബത്തോടൊപ്പം പെട്ടെന്ന് യാത്രയ്ക്ക് സാധ്യതയുണ്ട്. മാസത്തിന്റെ മധ്യഭാഗം നിങ്ങൾക്ക് അല്പം വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും ഈ സാഹചര്യം അധികകാലം നിലനിൽക്കില്ല. അതിനാൽ ക്ഷമയോടെ നിങ്ങളുടെ ജോലി നന്നായി ചെയ്യാൻ ശ്രമിക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ കാലയളവിൽ പണമിടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപകടസാധ്യതയുള്ള ഏതെങ്കിലും പദ്ധതിയിലോ ബിസിനസ്സിലോ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിൽ തർക്കമുണ്ടാകും. കുട്ടികളുമായും ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കർക്കടകം, പുണർതം, പൂയം, ആയില്യം. കർക്കടക രാശിക്കാർക്ക് ജോലിയിൽ ആഗ്രഹിച്ച വിജയം ലഭിക്കും. ഈ സമയത്ത് സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ ഒരു വലിയ പ്രശ്നം പരിഹരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സമാധാനം നൽകും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. പൂർവിക സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. തൊഴിൽ ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമായിരിക്കും. മാസത്തിന്റെ മധ്യത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം മോശം ആരോഗ്യം കാരണം നിങ്ങളുടെ ജോലിയെ ബാധിക്കുക മാത്രമല്ല, നിങ്ങളുടെ കൈകളിൽ നിന്ന് വലിയ അവസരങ്ങളും നഷ്ടപ്പെടും. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം എവിടെയെങ്കിലും പോകാൻ നിങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തേക്കാം.
ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന പ്രമോഷനോ ലഭിക്കും. അധിക ബന്ധങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെയും ബാധിക്കും. ചിങ്ങം, മകം, പൂരം, ഉത്രം. ചിങ്ങം രാശിക്കാർക്ക് ഡിസംബർ മാസം ഐശ്വര്യവും ഭാഗ്യവും നൽകും. നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ നിന്നും പരിശ്രമത്തിൽ നിന്നും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റണമെന്ന ആഗ്രഹം സഫലമാകും. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉയർന്ന സ്ഥാനങ്ങളോ പ്രധാന ഉത്തരവാദിത്തങ്ങളോ ലഭിച്ചേക്കാം. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനവും വർദ്ധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം ലഭിക്കും. ബിസിനസ് വിപുലീകരണത്തിനുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാകും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചില വലിയ വിജയം ലഭിക്കും. മാസത്തിന്റെ അവസാന പകുതിയിൽ ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അധിക സമ്മർദ്ദം ഉണ്ടാകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ധനു, മൂലം, പൂരാടം, ഉത്രാടം. ധനു രാശിക്കാർക്ക് ഡിസംബർ മാസം ഐശ്വര്യവും ഭാഗ്യവും നൽകും. ജോലി സംബന്ധമായി ചെറിയതോ ദീർഘദൂരമോ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. യാത്രയ്ക്കിടയിൽ സ്വാധീനമുള്ള നിരവധി ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടും. അവരുടെ സഹായത്തോടെ നിങ്ങൾക്ക് ലാഭകരമായ പദ്ധതികളിൽ ഏർപ്പെടാനോ ദീർഘകാലമായി ശേഷിക്കുന്ന ജോലികൾ പൂർത്തിയാക്കാനോ അവസരം ലഭിക്കും. കുടുംബത്തിൽ മംഗളകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ അവസരമുണ്ടാകും. സാമ്പത്തിക വീക്ഷണകോണിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ജോലി ചെയ്യുന്ന ആളുകൾക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആഗ്രഹിച്ച നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങളുടെ എല്ലാ പ്രോജക്റ്റുകളും കൃത്യസമയത്ത് പൂർത്തിയാകും. ഇത് ജോലിസ്ഥലത്ത് നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. മതസാമൂഹിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ആദരവ് ലഭിക്കും. നിങ്ങളുടെ ആരോഗ്യത്തിലും ബന്ധങ്ങളിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ ഡിസംബർ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. മകരം, ഉത്രാടം, തിരുവോണം, അവിട്ടം. മകരം രാശിക്കാർക്ക് ഡിസംബർ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും. ആഗ്രഹിച്ച വിജയം നേടുന്നതിന് ആളുകളുമായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിബന്ധങ്ങളെയും എളുപ്പത്തിൽ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. പൂർവിക സ്വത്തുക്കൾ സമ്പാദിക്കുന്നതിൽ ചിലർ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കാൻ കോടതിയിൽ പോകേണ്ടി വന്നേക്കാം. ഡിസംബർ രണ്ടാം വാരം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കും. അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. അവരുടെ സഹായത്തോടെ നിങ്ങൾക്ക് ആസൂത്രണം ചെയ്ത ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയും. നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അധികാരവും ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച വിജയം ലഭിക്കും. ഈ കാലയളവിൽ തൊഴിൽ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ ശുഭകരവും പ്രയോജനകരവുമാണെന്ന് തെളിയിക്കും. ബിസിനസ്സിൽ ആഗ്രഹിച്ച ലാഭം ലഭിക്കും. ആശയക്കുഴപ്പം മൂലം പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ പിന്തുണയായി മാറും. കുംഭം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ഡിസംബർ മാസം കുംഭം രാശിക്കാർക്ക് ഐശ്വര്യവും ഭാഗ്യവും നൽകും. നിങ്ങളുടെ മുമ്പത്തെ കഠിനാധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ആഗ്രഹിച്ച ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സർക്കാർ പിന്തുണയിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. ദീർഘകാലമായി നിലനിന്നിരുന്ന കുടുംബ പ്രശ്നത്തിന് പരിഹാരമായതിനാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. കുടുംബാംഗങ്ങളുടെ വിജയത്താൽ വീട്ടിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് മാസത്തിന്റെ മധ്യം വളരെ അനുകൂലമായിരിക്കും. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഈ കാലയളവിൽ നല്ല വാർത്തകൾ ലഭിക്കും. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും കമ്മീഷനിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ആഴ്ച ആഗ്രഹിച്ച ഫലം ലഭിക്കും. മതപരമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കും. മീനം, പൂരുരുട്ടാതി, ഉതിർട്ടാതി, രേവതി. ഡിസംബർ മാസം മീനരാശിക്കാർക്ക് ഭാഗ്യം ഉണ്ടാകും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ച വിജയം നേടാൻ തുടങ്ങും. ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് എല്ലാവരിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും എന്നതാണ് പ്രത്യേകത. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്കും സ്വന്തമായി എന്തെങ്കിലും ജോലി ചെയ്യുന്നവർക്കും പ്രൊഫഷണൽ ആളുകൾക്കും ഈ സമയം വളരെ അനുകൂലമായിരിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വിപണിയിൽ ആധിപത്യം വർദ്ധിക്കുകയും ആഗ്രഹിച്ച ലാഭം നേടുകയും ചെയ്യും. കരാറുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില വലിയ പ്രോജക്റ്റുകൾ ലഭിച്ചേക്കാം.
രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും. അവർക്ക് പ്രത്യേക പദവിയോ ഉത്തരവാദിത്തമോ ലഭിച്ചേക്കാം. ഭരിക്കുന്ന സർക്കാരിലോ പാർട്ടിയിലോ അവരുടെ ബഹുമാനവും വർദ്ധിക്കും. ഏറെ നാളായി ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ആളുകൾക്ക് ഡിസംബർ പകുതിയോടെ മികച്ച അവസരങ്ങൾ ലഭിച്ചേക്കാം. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സമയം ശുഭകരമായിരിക്കും. ഈ കാലയളവിൽ അവർ ആഗ്രഹിച്ച വിജയം നേടിയേക്കാം. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ആരോഗ്യം സാധാരണ നിലയിലായിരിക്കും.